Hi friends, the Garden YouTube channel പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഒക്കെ ഒരു റീഅറേഞ്ച്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻഡോർ ഒക്കെ പ്ലാന്റ്സ് വെക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തായാലും സിറ്റ് ഔട്ട് ഏരിയകളിലൊക്കെ പ്ലാന്റ്സ് വെക്കുന്നവരായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ മെയിനായിട്ട് ഞാൻ പ്ലാൻ കെയർ ചെയ്യുമ്പോഴൊക്കെ പ്ലാന്റ്സ് ഒക്കെ പോട്ട് ചെയ്ത് വെക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചാൾ കഴിഞ്ഞ് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ പോട്ട് ചെയ്ത് വെച്ചിട്ടൊരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലേ നമ്മുടെ പ്ലാന്റ്സ് വളരുള്ളൂ. അല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് കുറയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ കുറച്ചാളൊരു 4 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ പ്ലാന്റ്സിന് നമ്മൾ എന്തൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളിവിടെ സിറ്റ് ഔട്ടിലൊന്ന് റീഅറേഞ്ച് ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാന്റ്സിന് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട് ഏരിയയിലുള്ള പ്ലാന്റ്സ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ പലരും ഈ വീഡിയോ ഇത് നമ്മൾ സെറ്റ് ചെയ്ത വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് കുറേ നാൾ മുമ്പേ ചെയ്തതായിരുന്നു, അതൊക്കെ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡൻ ടൂർ ആ വീഡിയോയിലൊക്കെ നമ്മുടെ ഈ ഒരു ഏരിയ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 5-6 മാസത്തിന് മേലെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ പ്ലാന്റ്സിന് കുറച്ച് മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, ഇപ്പോൾ നമ്മൾ പ്ലാന്റ് ഒക്കെ എടുത്ത് പോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരല്ലോ, അത് കഴിഞ്ഞിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ അതിനുള്ള കെയറിങ്ങും കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ പ്ലാന്റ്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരുള്ളൂ. അപ്പോൾ നമുക്ക് അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് പ്ലാന്റ്സിന് ചെയ്യേണ്ടത്, കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് പ്ലാന്റ്സിന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം. മെയിനായിട്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ കൂടുതലും ഇപ്പോൾ ഇൻഡോർ വെച്ചേക്കുന്നതുകൊണ്ട് ഡയറക്റ്റ് റെയിനോ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വെള്ളം നനക്കുമ്പോൾ പ്ലാന്റ്സിന് ഫുള്ളായിട്ടൊന്നും നനക്കാൻ പറ്റില്ല. കാരണം സിറ്റ് ഔട്ടിലെ താഴത്തൊക്കെ വീഴുന്ന ഒരു പ്രശ്നം കൊണ്ട് ഫുള്ള് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഷവർ ചെയ്ത് കൊടുക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനത്തെ മണി പ്ലാന്റ്സ് ഇതുപോലെ ഇങ്ങനെ വള്ളി വീശി പടരുന്ന പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലീഫൊക്കെ പോയി നിൽപ്പുണ്ട്, അതൊക്കെ ഒന്ന് ഫുള്ള് സെറ്റാക്കി എടുക്കാനുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ എല്ലാം ഞാൻ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മെയിനായിട്ടും ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ഈ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലത്തെ വലിയ ലീഫിൻ്റെ പ്ലാന്റ്സിൻ്റെയൊക്കെ ആ ഒരു ഡസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ തന്നെ ഈ പ്ലാന്റ്സ് ഫുള്ളൊന്ന് കഴുകിയെടുക്കണം. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ട് ഏരിയകളിൽ ഇൻഡോറൊക്കെ പ്ലാന്റ്സ് വെക്കുമ്പോൾ സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലോട്ട് മാത്രം ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് സീസി ഒരു സൈഡിലോട്ട് മാത്രം വളർന്നേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടൊന്ന് സ്ട്രെയിറ്റ് ആക്കിയൊക്കെ വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യമേ തന്നെ ലീഫ് വലിപ്പമുള്ള പ്ലാന്റ്സ് ഒക്കെ ഞാൻ എടുത്തിട്ട് ഫുള്ളൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ലീഫായിട്ട് വൈപ്പ് ചെയ്ത് കളയേണ്ടതുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന പണിയാണ്. ഓരോ ലീഫൊക്കെ ഇരുന്ന് നമുക്കൊരു കോട്ടൺ ക്ലോത്ത് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊന്ന് വെള്ളം ഒഴിച്ച് ഫുള്ളൊന്ന് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ ഒരു പഴയ സോക്സ് ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു കോട്ടൺ സോക്സ് ആണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നിന്ന് ഫുള്ള് വൈപ്പ് ചെയ്ത് ഇങ്ങനെ തുടച്ചെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിത് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഫുള്ള് റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തുടച്ച് ഓരോ ലീഫും കെയർഫുള്ളായിട്ട് തുടച്ച് ലീഫിന് ഡാമേജ് ഒന്നും വരാത്ത രീതിക്ക് ജെൻ്റലി നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഡസ്റ്റൊക്കെ റിമൂവ് ചെയ്തു. ഇനി അവസാനമായിട്ട് ഒന്നും കൂടെ ഒന്ന് ഷവർ ചെയ്തെടുക്കുക പ്ലാന്റ് ഫുള്ള്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇപ്പോൾ ഒരു ഫിഡിൽ ലീഫൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. ഇതുപോലത്തെ ഫോളേജ് പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ലീഫ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു ചെറിയൊരു ടിപ്പാണ്. ഇപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് മിൽക്ക് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ സാധാ പാലാണിത്, പശുവും പാലാണ്. അപ്പോൾ അത് ഒരു മിൽക്ക് പാത്രത്തിൽ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു 90% വെള്ളം ചേർത്തിട്ടുണ്ട്. അതായത് കുറച്ച് മാത്രം നമുക്ക് ഒരു മിൽക്ക് വാട്ടറിൽ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ക്ലോത്ത് നല്ലപോലെ അതിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ലീഫൊക്കെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിളക്കം നമ്മുടെ പ്ലാന്റ്സിന് കിട്ടാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ലീഫ് ആ ഒരു പ്ലാന്റിൻ്റെ ലീഫ് ഫുള്ള് ഞാൻ അങ്ങനെ ക്ലീൻ ചെയ്ത് ആ ഒരു ലിക്വിഡ് യൂസ് ചെയ്ത് വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗമൊക്കെ ഒന്ന് നല്ലപോലെ ഇളക്കി ആ ഒരു ടോപ്പ് ലെയറൊക്കെ ഇളക്കി ഒന്ന് നല്ലപോലെ പുതിയ ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റിൻ്റെ ഒരു സൈഡിലോട്ട് വളർന്നിട്ട് ചെറുതായിട്ടൊന്ന് ചരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് നേരെയാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു ടോപ്പ് ലെയർ ഫുള്ളൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡോറൊക്കെ വെക്കുമ്പോൾ ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യുക. കാരണം ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഫൗൾ സ്മെല്ലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നവുമില്ല, കുറച്ചൊക്കെ യൂസ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമ്മൾ ആ ഒരു വലിയ ലീഫ് വരുന്ന പ്ലാന്റ്സ് ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ജീസി സൈഡിലോട്ട് വളർന്നത് ഞാൻ ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് എടുത്തിട്ടൊന്ന് റിപ്പോർട്ട് ചെയ്തൊന്ന് സ്ട്രെയിറ്റ് ആക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫുൾ അതിൻ്റെ അത് നൂരി എടുത്തപ്പോൾ റൂട്ടൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പോട്ട് മിക്സ് കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ രണ്ടാമത് റിപ്പോർട്ട് ചെയ്ത് നല്ലപോലെ പോട്ട് മിക്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം
നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫും ആ ഒരു സ്റ്റെമ്മും ഫുള്ള് ക്ലീൻ ചെയ്ത് വൈപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ ഒരു ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ ക്ലീൻ ചെയ്യേണ്ട ഒരു 4-5 മാസം കൂടുമ്പോഴല്ല. ഇപ്പോൾ റോഡ് സൈഡിലും അതുപോലെ സിറ്റിയിലൊക്കെ വീടുള്ളവർക്കാണെങ്കിൽ മിക്കപ്പോഴും ഈ ഒരു ഡസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് ഡസ്റ്റ് നമ്മുടെ പ്ലാന്റ്സിൽ വന്നിരിക്കുമ്പോൾ അത് റെഗുലറായിട്ട് ക്ലീൻ ചെയ്ത് പോവുക. കാരണം ഇതിൻ്റെ ആ ഒരു ബ്രീത്തിങ്ങിനും അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാനൊക്കെ വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കവർ ചെയ്തിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് പോവുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കാണുന്ന ഈ ഒരു മിനി ഡ്വാർഫ് സീസി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു സ്റ്റെം ഇങ്ങനെ ഊരി പോന്നിട്ടുണ്ടായിരുന്നു, അടിയിൽ നിന്ന് ചെറുതായിട്ട് ചീഞ്ഞിട്ടൊക്കെ. അപ്പോൾ അതെന്താണെന്ന് ഇതിൻ്റെ അവസ്ഥയൊക്കെ നമുക്ക് ഇതിൻ്റെ ഒന്ന് ഫുള്ളൊന്ന് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം. അപ്പോൾ പ്ലാന്റ് ഭയങ്കരമായിട്ട് തിക്കായിട്ട് ഇരിപ്പുണ്ട്, അതിൻ്റെ റൂട്ടൊക്കെ നല്ലപോലെ തന്നെ വളർന്നിട്ട് തിക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ലൂസാക്കി എടുത്തപ്പോൾ ഒരു 3 പ്ലാന്റ് അതിൻ്റെ അകത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇതും കൂടെ നമുക്ക് ഊരി പോകുന്നു ഇവിടുന്ന്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള ആ ഒരു ഡെഡ് ആയിട്ടുള്ള റൂട്ടും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കൊന്ന് റീപോർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കോക്കോപിറ്റും കൂടെ ചേർത്തിട്ട് പുതിയ പോട്ട് മിക്സ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ഭയങ്കര ഹാർഡായിരുന്നു അതിൻ്റെ അകത്തിരുന്ന പോട്ട് മിക്സ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫെർട്ടിലൈസറായിട്ട് ചാണകപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ലപോലെ തന്നെ അതിൻ്റെ അകത്ത് കോക്കോപിറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ലൂസാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പോട്ട് മിക്സ്. അപ്പോൾ പോട്ട് മിക്സ് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അതൊന്ന് റീപോർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ പ്ലാന്റ്സ് റീപോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു പോട്ടിൻ്റെ ഡ്രെയിനേജ് ഹോളൊക്കെ കറക്റ്റാക്കി കൊടുക്കുക. കാരണം ഓൾഡ് പോട്ട് മിക്സ് ഒക്കെ അതിൻ്റെ അകത്ത് ഇരുന്ന് ചിലപ്പോൾ ഹോളൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്ലാന്റ് നമ്മുടെ പുതിയ പോട്ട് മിക്സ് ഒക്കെ വെച്ച് പോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആ പ്ലാന്റ് റീപോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ചെറിയ സ്റ്റെമ്മൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യുന്നത് ഇതുപോലത്തെ വലിയ പെബിൾസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് സപ്പോർട്ടായിട്ട് കൊടുക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് അങ്ങനെ തന്നെ നിന്ന് അത് ആ ഒരു രീതിക്ക് കറക്റ്റ് സ്ട്രൈറ്റിൽ ഇങ്ങനെ നിന്നോളും. ഇത് സൈഡിലോട്ട് ഇങ്ങനെ ഒന്ന് ഹാങ് ആയി കിടക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു ചെറിയൊരു വൃത്തികേടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ കല്ലുകൾ അതിൻ്റെ ചോട്ടിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഏരിയകളൊക്കെ പെബിൾസും അല്ലെങ്കിൽ ക്ലേ ബോൾസ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ക്ലേ ബോൾസ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് പുതിയ ഷൂട്ട് അടിയിൽ നിന്ന് വരുമ്പോൾ അതിനൊരു ബ്ലോക്കിംഗ് ഇല്ലാണ്ട് വളർന്നു വരാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് നമുക്ക് ക്ലേ ബോൾസ് യൂസ് ചെയ്താൽ. ഇനിയിപ്പോൾ പെബിൾസ് ആണ് ഇടുന്നതെങ്കിൽ ഒരുപാട് ടൈറ്റാക്കി ഇടരുത്, കുറച്ച് മാത്രം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പെബിൾസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പറ്റുന്നതും ക്ലേ ബോൾസ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു സി നമ്മൾ റിപ്പോർട്ട് ചെയ്തെടുത്തു. പിന്നെ ബാക്കിയുള്ള ഒക്കെ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ ഫുള്ളൊന്ന് കഴുകി നമ്മൾ ആ ഒരു ലീഫൊക്കെ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നല്ലൊരു ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാൻസവേരിയൻ്റെ ലീഫൊക്കെ ഇങ്ങനെ ചീഞ്ഞിട്ട് ഇങ്ങനെ ഉണങ്ങിയൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പോട്ട് മിക്സ് ആ ഒരു പ്ലാന്റിൻ്റെ ചോട്ടിൽ പോട്ട് മിക്സിൻ്റെ മുകളിലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറിലെ ഡോട്ട് പോലത്തെ ഇങ്ങനെ ഒരു പൊടി പോലത്തെ ഒരു സാധനങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പോൾ അത് ഫംഗസ് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഫംഗൽ അറ്റാക്ക് വന്നിട്ടാണ് ഒരു ലീഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് ഫുള്ളായിട്ട് ഈ പോട്ട് മിക്സിൽ നിന്ന് റിമൂവ് ചെയ്ത് പ്ലാന്റിൽ നിന്ന് ഫുള്ള് ക്ലീൻ ചെയ്തെടുക്കണം ഈ പോട്ട് മിക്സ്. അപ്പോൾ ഈ പോട്ട് മിക്സിൽ കുറച്ച് ഫംഗസ് കയറിയിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു അത്. നമ്മളിപ്പോൾ ഒഴിക്കുന്ന വെള്ളം കൂടിയിട്ടൊക്കെ ഉള്ള പ്രശ്നമായിരിക്കും അത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഒരു പോട്ട് മിക്സ് ഫുള്ള് ഇതിൻ്റെ അകത്തുനിന്ന് പ്ലാന്റിൽ നിന്ന് മാറ്റിയിട്ട് ഈ പ്ലാന്റ് നല്ലപോലെ കഴുകിയെടുക്കാം. അതിനുശേഷം നമുക്ക് പോട്ട് മിക്സ് രണ്ടാമത് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ പോട്ട് മിക്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡാണ്. അപ്പോൾ ഈ ഫംഗസും കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു പോട്ട് മിക്സ് നല്ല ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു 2 സ്പൂണൊക്കെ നമ്മുടെ ഒരു 2-3-4 പോട്ടിന് യൂസ് ചെയ്യുന്ന രീതിക്ക് നമുക്ക് പോട്ട് മിക്സിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പോട്ട് മിക്സ് റെഡിയാക്കി എടുത്തു. ഇനി നമ്മുടെ ഈ ഒരു പുതിയ ഫംഗിസൈഡൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു പോട്ട് മിക്സിലോട്ട് നമ്മുടെ ആ ഒരു സാൻസവേരിയ പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫംഗിസൈഡൊക്കെ നമുക്ക് ഏത് പ്ലാന്റ്സിന് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു അസുഖം വരാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആദ്യമേ പോട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഫംഗിസൈഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ആദ്യമേ തന്നെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഫംഗിസൈഡ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കെമിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ബാക്കിയുള്ള പ്ലാന്റ്സൊക്കെ
ആ ഒരു സ്റ്റാൻഡിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാൻഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. സ്റ്റാൻഡൊക്കെ ആകെ പൊടി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ഫുള്ളൊന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ നമ്മുടെ ആ ഒരു ഏരിയയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത് പോത്തോസ് വെറൈറ്റീസ്, പിന്നെ അതുപോലെ തന്നെ മണി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തും കുറച്ച് ലീഫും അതുപോലെ തന്നെ സ്റ്റെമ്മൊക്കെ ഇതുപോലെ ഇങ്ങനെ ഡെഡ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്തും കട്ട് ചെയ്തൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ്സും നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് ഫുള്ള് വാഷ് ചെയ്തെടുക്കണം. അതായത് ലീഫൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ എല്ലാ ലീഫും നമുക്കിങ്ങനെ വൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പറ്റുന്നത് അത്രയും വൈപ്പ് ചെയ്തും ക്ലീൻ വാട്ടറൊക്കെ വെച്ച് ഒന്ന് ഷവറൊക്കെ ചെയ്തിട്ട് എടുക്കാം. നേരത്തെ ആ കഴുകി വെച്ചിരുന്ന സ്റ്റാൻഡൊക്കെ അത്യാവശ്യം വെയിലത്തൊക്കെ ഇരുന്ന് നല്ലപോലെ ഉണങ്ങി ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഫുള്ള് വൈപ്പ് ചെയ്തൊക്കെ അവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. എല്ലാം നല്ല ഷൈനി ആയിട്ട് ഇരിപ്പുണ്ട്. നമ്മൾ ഫുള്ള് കഴുകിയൊക്കെ എടുത്തിട്ട് റീപോർട്ടൊക്കെ ചെയ്തത് നല്ല ഹെൽത്തി ആയിട്ടൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡൊക്കെ നമ്മൾ എടുത്തെടുത്ത് തന്നെ റീഅറേഞ്ച് ചെയ്യണം വെച്ചിട്ട്. അപ്പോൾ ആ പണികളൊക്കെ നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആ ഒരു സിറ്റ് ഔട്ട് ഏരിയയിലെ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് ഫുള്ള് നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വാഷ് ചെയ്തെടുത്തു. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് ഫെർട്ടിലൈസറൊക്കെ ആഡ് ചെയ്തു. പിന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട പ്ലാന്റ്സ് ഒക്കെ ആയാലും റിപ്പോർട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ മെയിൻ്റനൻസിൻ്റെ ആ ഒരു സെക്ഷനിൽ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.